2022ഓടെ എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നത്. വിവിധ കണക്കുകൾ പ്രകാരം 10,000-ഓളം ഭവനരഹിതരാണ് കൊച്ചിയിലുള്ളത്. ഇവർക്കെല്ലാം കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുകയെന്നത് അപ്രായോഗികമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 320 അടി ചതുരശ്ര വിസ്തീർണത്തിൽ ഫ്ളാറ്റ് നിർമ്മിക്കാനാണ് പദ്ധതിയിൽ പറയുന്നത്. എന്നാൽ ഇത് മതിയാകില്ലെന്നും ഫ്ളാറ്റിന്റെ വിസ്തീർണം കൂട്ടണമെന്നും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ആവാസ് യോജനയിൽപ്പെടുത്തി അവരെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നമ്മുടെ പാർശ്വങ്ങളിലെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ചെല്ലാനം കുമ്പളങ്ങി തുടങ്ങിയ പ്രദേശങ്ങളിലെ സ്ഥലം ഏറ്റുകൊടുത്തല്ലാതെ നമുക്ക് ഒരു ഇഞ്ച് അവരെ താമസിപ്പിക്കാൻ കഴിയില്ല. ഭൂമിയില്ലാതെ അവരെ നമുക്ക് കൊടുക്കാൻ കഴിയും. അവർ അകലിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. ഇവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം കോർപ്പറേഷനാണ്. ഒരു വീടിന് 1.5 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് അപര്യാപ്തമാണെന്നും കൗൺസിലിൽ അഭിപ്രായമുയർന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കത്തയക്കാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. മേയർ അധ്യക്ഷനായുള്ള 9 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മീഡിയ 1 കൊച്ചി.